തച്ചനാട്ടുകര സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധം കടുപ്പിച്ച് ജില്ലാ ഭരണകൂടം. രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുടെ വീടിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി പ്രഖ്യാപിച്ചു. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 7, 8, 9, 11 വാർഡുകളും കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 17, 18 വാർഡുകളുമാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത്. സർക്കാരും ആരോഗ്യ പ്രവർത്തകരും നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്ന് തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം പറഞ്ഞു. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് പൂർണ്ണമായും അതോടൊപ്പം തന്നെ ഈ 8ാം വാർഡിനോട് അതിർത്തി പങ്കിടുന്ന 7, 9, 11 വാർഡുകൾ ഭാഗികമായിട്ടും കണ്ടെയ്ൻമെന്റ് സോണായി അഥവാ രോഗിയുടെ വീടിന് ചുറ്റുമുള്ള 3 കിലോമീറ്റർ പരിധി കണ്ടെയ്ൻമെന്റ് സോണായി ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ, അതുപോലെ തന്നെ ആളുകൾ ഒന്നിച്ചു കൂടുന്ന മറ്റ് ചടങ്ങുകൾ എല്ലാം പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളെ ഗ്രാമപഞ്ചായത്ത് ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഈ രോഗിയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു ഹൈ റിസ്കിൽ പെടുന്ന 100ഓളം ആളുകളെ കോൺടാക്ട് ലിസ്റ്റിലുണ്ട് എന്നുള്ള വിവരമാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ കൂടി നമ്മൾ ക്വാറന്റൈനിൽ എത്തി 21 ദിവസമാണ് ക്വാറന്റൈൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ആ ക്വാറന്റൈനിൽ നിർത്തി ഈ രോഗം പടർന്നതിനുള്ള സാഹചര്യം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചിട്ടുള്ളത്. അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മറ്റ് ആരോഗ്യ പ്രവർത്തകരും എല്ലാം ഉൾക്കൊള്ളുന്ന യോഗം ഇതിനോടകം ചേർന്നു കഴിഞ്ഞു. മറ്റ് എല്ലാ അടിയന്തര നടപടികളും ഇതിനോടകം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ജനങ്ങളാരും പരിഭ്രാന്തരാകരുതെന്നും അതോടൊപ്പം തന്നെ വലിയ ജാഗ്രത ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്നുമാണ് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. പനി പോലുള്ള ലക്ഷണങ്ങളോ മറ്റ് അസുഖങ്ങളോ ഉള്ളവരും പ്രത്യേകിച്ച് രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുമായി നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരും ക്വാറന്റൈനിൽ പോകണമെന്ന് ആരോഗ്യവകുപ്പ്, ജനപ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് അധികൃതർ എന്നിവർ അഭ്യർത്ഥിച്ചു. ഈ പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റു സ്ഥാപനങ്ങൾ എന്നിവ തുറന്നു പ്രവർത്തിക്കാൻ പാടുള്ളതല്ല എന്ന് അറിയിപ്പുണ്ട്. തച്ചനാട്ടുകര നാട്ടുകൽ സ്വദേശിനിയായ 38-കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്. യുവതി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 20 ദിവസം മുൻപാണ് യുവതിക്ക് പനി തുടങ്ങിയത്. പാലോട്, കരിങ്കലത്താണി, മണ്ണാർക്കാട് എന്നിവിടങ്ങളിലെ ആശുപത്രികളിലാണ് തുടക്കത്തിൽ ചികിത്സ തേടിയത്. അവിടെ നിന്നും രോഗം ഭേദമാകാതെ വന്നപ്പോഴാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പ്രാഥമിക പരിശോധനയിലെ നിപ്പ ഫലം പോസിറ്റീവ് ആയതോടെയാണ് പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചത്. സംസ്ഥാനത്ത് 2 നിപ്പ കേസുകളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. തച്ചനാട്ടുകര സ്വദേശിക്ക് പിന്നാലെയാണ് കോഴിക്കോട് മസ്തിഷ്ക മരണം സംഭവിച്ച പെൺകുട്ടിക്കും രോഗം സ്ഥിരീകരിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത മലപ്പുറം മങ്കട സ്വദേശിനിക്കാണ് പ്രാഥമിക പരിശോധനയിൽ നിപ്പ സ്ഥിരീകരിച്ചത്. സ്ഥിരീകരണത്തിനായി സാമ്പിൾ പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. ഈ മാസം 1-നാണ് 18 വയസ്സുകാരി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. കോഴിക്കോട് എത്തുമ്പോൾ മസ്തിഷ്ക മരണം സംഭവിച്ച നിലയിലായിരുന്നു. 1 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് വീണ്ടും നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യുന്നത്. വളാഞ്ചേരി സ്വദേശിനിയായ 42-കാരിക്ക് മെയ് 8-ന് നിപ്പ സ്ഥിരീകരിച്ചിരുന്നു. നിപ്പ നെഗറ്റീവായ ഈ രോഗി അബോധാവസ്ഥയിൽ പെരിന്തൽമണ്ണയിലെ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. CCN ചത്തല്ലൂർ.